ശിവങ്ങാനൂർ, ശരി, കഴിഞ്ഞ ദിവസം വിധി വന്നു, നമ്മളെല്ലാവരും വിശദമായി ചർച്ച ചെയ്തു. ഒരു വിധി എങ്ങനെയാണോ ഇപ്പോൾ ആ വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് ജഡ്ജി തന്നെ പറയുന്നുണ്ട് എല്ലാത്തിനും മറുപടി ഉണ്ടാകും എന്നുള്ളത്. അത് ആ കേസുമായി ബന്ധപ്പെട്ടാണ്. സമീപനം എന്നതിനെക്കുറിച്ച് അതിജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർക്ക് പരാതി ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം നിയമത്തിൽ ഉണ്ടാകാമോ? സുപ്രീം കോടതി തന്നെ ഈ തരത്തിലല്ല ട്രയൽ ഉണ്ടാകേണ്ടത് എന്ന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നിയമത്തിലുണ്ടാകാമോ എന്ന് ചോദിച്ചാൽ നിയമത്തിലുണ്ടാകില്ല. പക്ഷേ ആ നിയമം പ്രയോഗിക്കപ്പെടുന്നതിനിടയിൽ ഉണ്ടാകാം. അത് രണ്ട് തരത്തിലാണ് ഉണ്ടാകുന്നത്. അതായത് ഏത് തരത്തിലുള്ള അന്വേഷണവും നടത്തി ഞങ്ങൾ എന്ത് തരം സംഗതി ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ എത്തിച്ചാലും കോടതി ഒരു പ്രത്യേക തരത്തിൽ പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു കണക്കിന് തെറ്റാണ്. രണ്ട്, എന്ത് തരം മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും ഞാൻ ഇത്തരത്തിൽ മാത്രമേ വിധി പറയൂ എന്ന് ഒരു ന്യായാധിപൻ അല്ലെങ്കിൽ ന്യായാധിപ ചിന്തിക്കുന്നതും തെറ്റാണ്. അപ്പോൾ നിയമത്തിൻ്റെ പ്രശ്നമല്ല, ആ നിയമം പ്രയോഗിക്കുന്നതിൽ ആദ്യം അന്വേഷണ ഏജൻസികൾക്കും പിന്നീട് ആ നിയമത്തിൻ്റെ പരിരക്ഷ നൽകേണ്ടുന്ന കോടതികൾ അത് ഉപയോഗിക്കുന്നതിൽ വരുന്ന പാകപ്പിഴയുമാണ് ഇതിൽ വരുന്നത്. ഞാൻ ചോദിച്ചത് ആ വിധിയെക്കുറിച്ചല്ല, ഒരു വരി പോലും ഞാൻ ആ വിധിയെക്കുറിച്ച് പറഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നത് ഈ ട്രയൽ സംവിധാനം വിസ്താരം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്ന സമയത്ത് ഇന്നിപ്പോ നിയമത്തിന് മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന് നീണ്ട നിയമയുദ്ധത്തിന് ശേഷം ഒരു ഇരയ്ക്ക് തോന്നുന്ന സംവിധാനം എങ്ങനെയാണ്? അല്ല, അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ക്രോസ് എക്സാമിനേഷന്റെ ലെങ്ത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിൽ പറയുന്നത്. ലെങ്ത് തീർച്ചയായിട്ടും ഞാൻ ആ പദപ്രയോഗം തന്നെ ഉപയോഗിക്കുകയാണ്. കാരണം ഒരു അഭിഭാഷകന് ഒരു സാക്ഷിയെ ക്രോസ് വിസ്താരം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ചില മിനിമം മെറ്റീരിയൽസ് ആ കേസിൽ ഉണ്ടാകണം. അഥവാ ചോദിക്കുന്നിടത്തോളം കുഴപ്പമായി മാറുമെന്നുണ്ടെങ്കിൽ സാധാരണ നല്ല ക്രിമിനൽ അഭിഭാഷകരൊക്കെ തന്നെ അധികം ചോദ്യങ്ങൾ ചോദിക്കാതെ അവസാനിപ്പിക്കലാണ് പതിവ്. അപ്പോൾ രണ്ടു തരം സാഹചര്യത്തിലാണ് ക്രോസ് ലെങ്തി ആയിട്ട് പോകുന്നത്. ഒന്ന്, എന്തും ചോദിക്കാൻ കോടതി മൗനാനുവാദം കൊടുക്കുന്ന ഒരു സാഹചര്യം. രണ്ട് എന്ന് പറഞ്ഞാൽ ആ സാക്ഷിയെ, അഥവാ അത് വിക്ടിമാണെങ്കിൽ പോലും സാക്ഷിയാണ്, അത് ആ വിക്ടിമിനെ അഥവാ സാക്ഷികളെ ക്രോസ് വിസ്താരം നടത്താൻ വേണ്ടുന്ന തരം മെറ്റീരിയലുകൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്ന പിഴവുകളുടെ ഭാഗമായി എത്തിപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒന്നുകിൽ പിഴവുകളുടെ ഭാഗമായുള്ള സംഗതി, അതല്ലെങ്കിൽ ഏറ്റവും മെറ്റിക്കുലസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് തരത്തിലുള്ള സാഹചര്യത്തിലാണ് അഭിഭാഷകരുടെ ക്രോസ് വിസ്താരം നീണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള കോംപ്രമൈസുകളും പോളിഷിങ്ങും ഷേപ്പിങ്ങും ഒക്കെ നടന്നൊരു കേസാണ് എന്നൊരു സംശയം അത്യാവശ്യം ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആർക്കും തോന്നിച്ചിട്ടുള്ള ഒരു കേസായതുകൊണ്ട് ഇത് മെറ്റിക്കുലസ് ഇൻവെസ്റ്റിഗേഷൻ അല്ല പ്രതിഭാഗം അഭിഭാഷകർക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ക്രോസ് എക്സാമിനേഷന് സാഹചര്യം ഒരുക്കിയത്. മറിച്ച് ഇത്തരത്തിലുള്ള ഈ സ്വന്തം നിലയ്ക്കുള്ള കൂട്ടിച്ചേർക്കലുകളും ഇളക്കിമാറ്റലുകളും ഒക്കെ ഒരുപാട് ജഡ്ജിയെ മാറണമെന്ന ആവശ്യവുമായി അതിജീവിത കോടതിയെ സമീപിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ ട്രയൽ പൂർത്തീകരിച്ച് വിധി പറയണമെന്ന നിർദ്ദേശമാണ് കോടതി അടക്കം നൽകിയത്. ആ ആവശ്യം പരിഗണിക്കാതെ അപ്പോൾ ഇതിന്റെ ലെങ്ത് എന്നതിനപ്പുറത്തേക്ക് അങ്ങ് ആ വാക്കാണ് ഉപയോഗിച്ചത് എങ്കിലും ഈ കേസിൽ എന്തുകൊണ്ട് എനിക്ക് നീതി കിട്ടിയില്ല, എന്തുകൊണ്ട് ട്രയൽ കോടതിയിൽ എനിക്ക് വിശ്വാസം നഷ്ടപ്പെടാൻ കാര്യമായി എന്ന് എണ്ണി പറയുന്നുണ്ട് ഇന്ന് അതിജീവിത പോസ്റ്റിൽ. അത് എനിക്ക് അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല, പബ്ലിക് പ്രോസിക്യൂട്ടർമാരടക്കം രാജിവെച്ചു പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായി, ശത്രുതാപരമായി പെരുമാറുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ രാജി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഇതിൽ ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ ശിവങ്ങാനൂർ, അതായത് നാളെ എനിക്കൊരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ, കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ, പെൺകുട്ടികൾക്കൊരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ നിയമം അവിടെ പോയാൽ ഒരു നീതി കിട്ടില്ല എന്ന നിലപാട് ഉണ്ടാകുന്നത് ഖേദകരമല്ലേ? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. അതായത് ഞാനൊരു വാദിയായി കോടതിയിൽ പോവുകയും ഞാൻ എൻ്റെ ഭാഗത്തുള്ള തെളിവുകൾ ഹാജരാക്കുകയും ചെയ്യുകയാണ്. ആ സാഹചര്യമല്ല ഈ കേസിലുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ നേരിട്ട് പോയി പരാതി കൊടുത്ത് എൻ്റെ തെളിവുകളും എൻ്റെ സാക്ഷികളെയും ഒക്കെ ഞാൻ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ മൊഴി കൊടുത്തൊരു സാഹചര്യമല്ല. മറിച്ച് ഞാൻ പോലീസിൽ പരാതി കൊടുത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് ഒരു സോ കോൾഡ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സംഗതിയാണ്. അതിൻ്റെ മെറിറ്റേ കോടതിക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ. പോലീസ് ഹാജരാക്കിയ സംഗതികൾ എത്രത്തോളം റിലയബിൾ ആണ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ് സാധാരണ കോടതികൾ ഏത് വഴിക്ക് പോകണം എന്നതിനെ കുറിച്ച് അതിൽ അതിജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന് വിശ്വാസപരമായ ഒരു സാഹചര്യം ഉണ്ടാക്കണ്ടേ? ഇത് അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് ആ പെൺകുട്ടിക്ക് നിരന്തരം ബോധ്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് ഞാൻ ഒരുപക്ഷെ 100% കോടതിയെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. ഞാൻ ആ പ്രൊസീഡിങ്സ് കണ്ടിട്ടുമില്ല. പക്ഷേ
എന്ത് തരം സംഗതികളാണെങ്കിലും കോടതി ഒരു പ്രത്യേക തരത്തിൽ മാത്രമേ പെരുമാറാവൂ എന്ന് പ്രോസിക്യൂട്ടറോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ വാശി പിടിക്കരുത്. അതുപോലെ തന്നെ ഈ അതിജീവിത ഈ കേസിലല്ല, ഞാനാണെങ്കിൽ പോലും എനിക്കും വളരെ പേഴ്സണലായി നേരിട്ടിട്ടുള്ള പല അനുഭവങ്ങളുമുണ്ട്. അതിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ലാച്ചസിനൊക്കെ കോടതിയിൽ നിന്ന് പരിഹാരം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ്. ഇപ്പോൾ ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ തന്നെ വാദിയായി എനിക്ക് ഈ നമ്മുടെ ഈ എലവേറ്റഡ് ഹൈവേ പണി നടക്കുന്ന അരൂർ ഭാഗത്ത് വെച്ചുണ്ടായ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ചാർജ് ഷീറ്റിൽ ഒരു ഉത്തരേന്ത്യക്കാരൻ്റെ ഒരു പേരും ഉത്തർപ്രദേശ് എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. 10 വർഷം കഴിഞ്ഞാലും ആ കേസിൽ സമൻസ് അയക്കുകയോ അയാൾ കൈപ്പറ്റുകയോ വിചാരണ തുടങ്ങുകയോ ചെയ്യില്ല. 10 വർഷമായി മജിസ്ട്രേറ്റ് കോടതിയിൽ എന്റെ കേസ് പെൻഡിംഗ് ആണെന്ന് ഞാൻ മജിസ്ട്രേറ്റിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതുപോലെയാണ് പല കാര്യങ്ങളും. അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് അവർ തന്നെ ചെയ്യണം. സുപ്രീം കോടതി നിർദ്ദേശം അടക്കമുള്ളത് കോടതി അന്തരീക്ഷം അതിജീവിതകൾക്ക് എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചാണ് അങ്ങയോട് നിരന്തരം ചോദിക്കുകയും ചെയ്തത്. ശ്രീ വെങ്ങാനൂർ.